10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ പാഠഭാഗം ചിത്രകാരി. എഴുതിയത് ഷാഹിന ഇ.കെ. വായിക്കാം. ക്യാൻവാസിൽ ഒരു കാട് വളർന്ന് ആകാശത്തുലയുന്നു. നക്ഷത്രപ്പൂക്കൾ ചുറ്റും പൊഴിയുന്നു. ചിത്രകാരി. ഉറക്കമുണർന്ന് അയാൾ എത്തുമ്പോഴേക്കും ഫിസ അവളുടെ ക്യാൻവാസിൽ മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു. പല ദിശകളിലേക്ക് മാറി മാറി ചലിച്ചുകൊണ്ടിരുന്ന ബ്രഷിനോടൊപ്പം മഞ്ഞയുടെ പേരിട്ട് വിളിക്കാനാവാത്ത ചില അനുഭവങ്ങൾ പച്ചകളുമായി ഇടകലർന്നു. വരയ്ക്കുമ്പോഴൊക്കെ ഹാഫിസ് പുറകിൽ നിന്ന് തുറിച്ചു നോക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും അവൾക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. "നീ എന്താ വരച്ചു കൂട്ടണേ?" അവളുടെ അനിഷ്ടങ്ങൾ അറിയാമായിരുന്നിട്ടും അയാൾ ചോദിച്ചിരുന്നു. "4-5 വരയും കുറിയും. ഇതൊക്കെ ആർക്കാ പറ്റാത്തേ?" അങ്ങനെയൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കൊടുവിൽ അവളുടെ നിശബ്ദത എല്ലായ്പ്പോഴും അയാളെ തോൽപ്പിച്ചു കളയും. അതൊക്കെ പക്ഷേ വർഷങ്ങൾക്ക് മുൻപാണ്. കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയ സമയത്തുണ്ടായിരുന്ന ചില ജാടകൾ ഹാഫിസ് ഓർത്തു. എല്ലാവരും കൂടുമ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴുമാവും അവളുടെ പെട്ടെന്നുള്ള എണീറ്റുപോക്ക്, അല്ലെങ്കിൽ ശ്രദ്ധ കാട്ടായ്മ. എന്നിട്ട് ഒരു നോട്ട് ബുക്ക് തുറന്ന് ചിലത് കുറിച്ചിടും. പിന്നെ തിരികെ വന്നാൽ വലിയ സന്തോഷമാണ്. കുറിക്കുന്നതോ പോറിയിടുന്നതോ എന്തെന്ന് അയാൾ ഒരിക്കലും ചോദിക്കാൻ പോയിട്ടില്ല. അവൾ കാണിച്ചിട്ടുമില്ല. "കൂട്ടത്തിൽ കൂടാൻ എന്താടാ ഓൾക്കൊരിത്?" ഒരിക്കൽ ഉമ്മ ചോദിച്ചു. "മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആള് കൂടുമ്പോൾ ഓളുടെ വരയും കുറിയും." ആയിടെ ഒരിക്കൽ ഉമ്മ അതങ്ങ് നേരിട്ട് പറയുകയും ചെയ്തു. "അടുപ്പത്ത് പണി പഠിക്കാണ്ട് പറ്റൂല ഫിസേ." വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു. "ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ." "അതുപോരാ." ഉമ്മ അവൾക്ക് മുൻപിൽ വന്നു നിന്നു. "അനക്ക് കലത്തപ്പം ചുടാൻ അറിയോ?" "ഇല്ല." "ചുക്കപ്പം ചുടോ ഇയ്യ്?" "ഇല്ല." "ബിരിയാണി വെക്കോ?" അവളുടെ നിശബ്ദതയിൽ നിന്ന് ഊർജമെടുത്ത് ഒരു തോൽപ്പിക്കലിൻ്റെ ഭാവത്തോടെ ഉമ്മ പറഞ്ഞു. "അടുപ്പത്തെ പണി ഒരു കടലാ ഫിസേ. അതങ്ങോട്ട് തീർന്നു പറയാൻ പറ്റെങ്ങനെ?" "അൻ്റെ പെയിൻ്റടി പോലല്ല അത്. എന്നല്ല, ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. കുടുംബത്തെ ആണുങ്ങൾക്ക് വായിക്ക് രുചിയായി വല്ലതും വെച്ചുണ്ടാക്കാം. കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കാം. അത്ര തന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി. അല്ലെങ്കിൽ നാളെ മുതൽ നമുക്കെല്ലാവർക്കും ഇവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കാം. ആരും ഒന്നും തിന്നും കുടിക്കുകയും വേണ്ട." കൈകൾ ആയത്തിൽ വീശി അവളുടെ വരകളിലേക്ക് പുച്ഛം പുരണ്ട ഒരു നോട്ടമെറിഞ്ഞ് ഉമ്മ കടന്നു പോകവേ 2 കണ്ണുകളുടെ നനഞ്ഞ നോട്ടം തന്നിലേക്ക് പടരുന്നത് തീർത്തും അവഗണിച്ച് അയാൾ നഖങ്ങൾക്കുള്ളിലെ ചെളി അടർത്തിക്കൊണ്ടിരുന്നു. പിന്നെ കണ്ടിരുന്നേയില്ല കുറേ കാലം. പല കോലങ്ങളിലുള്ള അവളുടെ ബ്രഷുകളും ചായങ്ങളും മിണ്ടാതിരുന്നുള്ള വരയും എഴുത്തും. എന്നിട്ടിപ്പോൾ വരയ്ക്കാതെ അവളൊക്കെയും മറന്നുപോയിരിക്കുമെന്ന ഹാഫിസിൻ്റെ കണ്ടെത്തലിനെ തീർത്തും തെറ്റിച്ച് വീണ്ടും അതേ താളത്തിൽ കൃത്യതയോടെ ബ്രഷ് ചലിപ്പിച്ച്. "10 മണിക്ക് നീക്ക് ഒരിടത്ത് പോവാണ്ട്." ഹാഫിസ് ഒന്ന് മുരടനക്കി. ഫിസ ഒന്നും പറഞ്ഞില്ല. അസഹ്യതയോടെ പിന്നെ അതുമിതും തിരയുകയാണെന്ന പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ചാൽ നടന്ന് ജനലൊന്ന് തുറന്നടച്ച് അലമാരയിൽ ചിലത് പരതി അയാൾ അവളുടെ മുഖത്തേക്ക് ഒളിക്കണ്ണിട്ടു. പിന്നെ കൈവിരലുകൾ ഒരേ വേഗത്തിൽ ചലിപ്പിച്ച് അവൾ തീർക്കുന്ന പുതിയ ചിത്രത്തിലേക്ക്. പച്ചയുടെയും മഞ്ഞയുടെയും കുറേയേറെ വരകൾ. അയാൾക്കൊട്ടും പിടികിട്ടിയതേയില്ല. ഓരോ തവണ അവൾ ബ്രഷ് ചലിപ്പിക്കുമ്പോഴും തെളിഞ്ഞു വരുന്ന പുതിയ അനുഭവങ്ങൾ. അതല്ലാതെ ഫിസ അയാളെ നോക്കിയതേയില്ല. അവളുടെ വീട് നിറയെ ചിത്രങ്ങളായിരുന്നു. പലതരത്തിലുള്ളവ, വലിപ്പങ്ങളിലുള്ളവ, നിറങ്ങളിലുള്ളവ. തറവാട്ടു വീടിൻ്റെ കോലായ ചുമരിലും ഇരുപ്പുമുറിയിലും കൂടി കണ്ടിരുന്നു ചിലതൊക്കെ. "ഓള് നന്നായി വരയ്ക്കും. പിന്നെ കുറച്ച് എഴുത്തും വായനയും." അവളുടെ ഉപ്പ പറഞ്ഞു. കല്യാണം ഉറപ്പിക്കാൻ പോവാന്ന് പറയുമ്പോഴും അവള് പറയാ വര നിർത്തൂലാന്ന്. "അതിനിപ്പോൾ എന്താ, ഓള് വരച്ചോട്ടെ,
ഓളെ കൈയുണ്ടല്ലേ? ഹാഫിസിൻ്റെ ഉപ്പ അലക്ഷ്യം പറഞ്ഞു. നമ്മക്കെന്താ അതിന് പണി? ഓള് വരച്ച. ഫിസാന്ന് വെച്ച എന്താ അർത്ഥം? ഇടയ്ക്ക് കിട്ടിയ ഒരു നുറുങ്ങ് നേരത്ത് ഹാഫിസ് ചോദിച്ചു. ഭംഗിയുള്ള ഒരു പെയിന്റ് അയാൾക്ക് മുൻപിലേക്ക് നീക്കിവെച്ച് അവൾ പറഞ്ഞു. നോക്കൂ, മൂടൽ മഞ്ഞ് പടർന്ന പ്രകൃതി. ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നു വരുന്ന തെളിവെയിലിൽ നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടർന്നൊരു ചുവപ്പ് പൂവ്. മൂടൽ മഞ്ഞ്, അവൾ പറഞ്ഞു. അതാണ് ഫിസ. അയാൾക്കാകപ്പാടെ വിസ്മയം തോന്നി, ഒരിത്തിരി അപകർഷവും. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ അയാൾ ഒരിക്കലും പരിചയപ്പെട്ടിരുന്നില്ല. വെറുതെ കലപില പറഞ്ഞു പോകുന്ന പെൺകൂട്ടങ്ങൾ, അവരുടെ ഉടുപ്പുകൾ, വളക്കിലുക്കങ്ങൾ, ഒളിനോട്ടങ്ങൾ, ഫാഷനെയും സിനിമകളെയും കുറിച്ചുള്ള വർത്തമാനങ്ങൾ, ആൺകുട്ടികളെക്കുറിച്ച്. ഇതിലപ്പുറം മൂടൽമഞ്ഞ്. റബ്ബറിൻ്റെയും സ്വർണത്തിൻ്റെയും വില കയറ്റിറക്കങ്ങൾ, നല്ല ഭക്ഷണം, ചിരിക്കാൻ വകതരുന്ന സിനിമ, അതൊക്കെ അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ്. പക്ഷേ ചിത്രങ്ങളും കവിതകളും. ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ പെണ്ണിനെ കണ്ണൂർ വെച്ച് ഇൻ്റർസോണിന്, സുഹൃത്ത് പറഞ്ഞു. നന്നായി വരയ്ക്കുമായിരുന്നു. അവൾക്ക് തന്നെയായിരുന്നു അന്ന് 1ാം സ്ഥാനം. ആ വർഷം ചിത്രപ്രതിഭയുമായി. ഒരുപാട് പേർ അവളെ അഭിനന്ദിക്കുന്നത് കണ്ടിട്ടുണ്ട്. കുസൃതിയോടെ ഹാഫിസിൻ്റെ മുഖത്തേക്ക് പാളി നോക്കി അവൻ പറഞ്ഞു. അവളുടെ കൈവിരലുകൾ കണ്ടിട്ടുണ്ടോ നീ? ഇവനിതെന്താണ് പറയാൻ പോകുന്നതെന്ന് ആശങ്കപ്പെട്ടും അസഹിഷ്ണുതയോടെയും ഹാഫിസ് പറഞ്ഞു. ഇല്ല, ദൈവം തൊട്ട കൈവിരലുകൾ. അഭിപ്രായം എൻ്റേതല്ല ഹാഫി. അന്ന് ഞങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കാണാൻ ആർട്ടിസ്റ്റ് മാധവൻ സാർ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അത്യാവശ്യം വാക്കുണ്ടെന്ന് തോന്നുന്നു കശിയുടെ കയ്യിൽ. പക്ഷെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു എപ്പോഴും, എക്സ്ട്രീംലി സൈലൻ്റ്. എന്നിട്ടോ ദൈവമേ, ആ കലാകാരിയാണ് ഈ കച്ചവടക്കാരൻ്റെ മൂക്ക് കയറിൽ. കുസൃതിയോടെ ആകുലത ഭാവിച്ച് അവൻ നെഞ്ചോട് കൈ ചേർത്തു. ഒക്കെയും തമാശയായി കരുതാൻ ശ്രമിച്ചെങ്കിലും ഹാഫിസിന് പെരുവിരൽ തൊട്ട് ഒരു ചൂട് അരിച്ചു കയറുന്നതായി തോന്നി. അത് മൂർത്താവിൽ തൊട്ടു നിൽക്കും വരെ വല്ലാത്തൊരു പുകച്ചിൽ. ഫിസയുടെ ബ്രഷ് ഇപ്പോൾ ഒരു കാട് തീർക്കുകയാണ്. ക്യാൻവാസിൽ മഞ്ഞപ്പച്ചകളുടെ മാത്രം കാട്. ഇടയ്ക്ക് അവ്യക്തമായൊരു വഴി. കാടങ്ങനെ പടർന്നു. മോനെവിടെ? അവൻ ഉണരാൻ നേരമായില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ ചോദിച്ചു. ചോദ്യത്തിൻ്റെ ലക്ഷ്യം ശരിക്കറിഞ്ഞെന്ന പോലെ ഫിസ അത് കേട്ടതായി ഭാവിച്ചില്ല. ബ്രഷിൻ്റെ ഗതിവേഗങ്ങളിലേക്ക് മാത്രം സാഗൂതം നോക്കി തുടർന്നു. ഹാഫിസ് പൊടുന്നനെ അവളുടെ കൈവിരലുകളിലേക്ക് നോക്കിപ്പോയി. നീണ്ടു നേർത്ത കൈവിരലുകൾ, ദൈവം തൊട്ടവ. പൊടുന്നനെ ഒരസ്വാസ്ഥ്യം എന്തിനെന്നല്ലാതെ അയാളെ മൂടാൻ തുടങ്ങി. അസഹ്യതയുടെ വരാന്തയിലേക്കിറങ്ങി. അന്നത്തെ പത്രമെടുത്ത് നിവർത്തുമ്പോഴും അയാളുടെ ചിന്ത അവരുടെ ക്യാൻവാസിനെ കുറിച്ചായിരുന്നു. എന്തിനെന്നില്ലാതെ അയാളെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്ന, അപകർഷപ്പെടുത്തിയിരുന്ന അവളുടെ വര. ഇടയ്ക്കൊരിക്കൽ അവളുടെ ചിത്രങ്ങൾ കാണാനും എന്തൊക്കെയോ വിവരങ്ങൾ തിരക്കാനുമായി ആരോ ചിലർ വന്നുപോയി. ഒരു എക്സിബിഷൻ നല്ലൊരു വഴി തുറന്നു വന്നേക്കും, അവർ പറഞ്ഞു. ഫിസ നല്ല ഉത്സാഹത്തിലായിരുന്നു. ഒരു താക്കീത് പോലെ അവനെ നോക്കി. ഉപ്പ കടന്നു പോകവേ ഹാഫിസ് അവസാനമെന്നോണം അവളോട് പറഞ്ഞു, ഒരു പണ്ടാരവും വേണ്ട. അവൾ പ്രതികരിച്ചില്ല. ഇപ്പോഴെന്ന പോലെ നിശബ്ദമായി. അങ്ങനെ അങ്ങ് പൊയ്ക്കളഞ്ഞു. ഈ മിണ്ടാതിരിക്കലാണ് ഏറെ വെറുപ്പിക്കണത്, ഹാഫിസ് മനസ്സിൽ പറഞ്ഞു. ചിത്രം വരയുന്നൊരു മിണ്ടാറില്ലേ? മിണ്ടിയ വര തെറ്റോ? അയാൾ അവളോട് ചോദിച്ചു. ഇതിന് അഹങ്കാരമെന്ന് പറയാ വല്യാളുകളെ. ഒരു ചായ വേണം നിക്ക്. ഒരു ചായ, അയാൾ നിയന്ത്രണമറ്റൊരൊച്ചയിൽ വീണ്ടും പറഞ്ഞു. പിന്നെ അവളുടെ കയ്യിലെ ബ്രഷ് ഒരൊറ്റ തട്ടിന് തെറിപ്പിച്ചു കളഞ്ഞു. കാടിൻ്റെ പച്ചയിൽ അങ്ങിങ്ങ് ചില നിറങ്ങൾ പടർന്നു, ഒരു ചേർച്ചയുമില്ലാത്തവ. നിർനിമേഷയായി കുറച്ചിടാതെ നോക്കി നിന്ന അവൾ പിന്നെ പതിയെ മുറിവിട്ടിറങ്ങി. ഡൈനിങ് ടേബിളിനരികിലേക്ക് നീങ്ങി. അവൾക്ക് പിറകെ കിതച്ചെത്തിയ അയാൾക്ക് മുന്നിലേക്ക് നീക്കിവെച്ച് അടച്ചുവെച്ച പാത്രങ്ങൾ തുറന്നു.
മേശപ്പുറത്ത് അയാൾക്കേറെ ഇഷ്ടമായിരുന്ന പത്തിരിയും തേങ്ങാപ്പാലും നേരത്തെ ഒരുക്കി ചൂടാറാതെ അടച്ചു വച്ചിരുന്നു. ഫ്ലാസ്ക് തുറന്ന് ചായ പകരവേ തുള്ളികൾ വീണ് അവളുടെ കയ്യിലെ മഞ്ഞച്ചായം ഇളകിക്കൊണ്ടിരുന്നു. അയാൾ അവളുടെ കൈവിരലിലേക്ക് ആണ്ടു നോക്കി. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. കഥാസമാഹാരം അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ. എഴുതിയത് ഷാഹിന EK. ഈ പാഠത്തിൻ്റെ വിശദാംശങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.